മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ അറസ്റ്റ് ഉടനുണ്ടാകുമെന്നുള്ള സൂചനകളാണ് കേന്ദ്ര ഏജൻസികൾ നൽകുന്നത്. ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്ന അടുത്ത 22-ന് മുൻപ് തന്നെ വീണ വിജയനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് SFIയുടെ നീക്കം. എറണാകുളത്തെ അഡീഷണൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുറ്റപത്രവുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്. 1-2 ദിവസത്തിനുള്ളിൽ വീണ വിജയൻ അടക്കമുള്ള ഈ കേസിലെ പ്രതികൾക്ക് കോടതി നോട്ടീസ് നൽകും. നോട്ടീസ് പ്രകാരം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിനൊപ്പം തന്നെ വീണ വിജയനെ അറസ്റ്റ് ചെയ്യാനാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ നീക്കമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കുറ്റപത്രത്തിൽ അതിഗുരുതരമായ ആരോപണങ്ങളാണ് വീണ വിജയനെതിരെ ഉയർന്നിരിക്കുന്നത്. എക്സോലോജിക്കൽ സൊല്യൂഷൻസ് എന്ന വീണ വിജയന്റെ സ്ഥാപനം കൊച്ചിൻ മിനറൽസ് ആൻഡ് മെറ്റൽസ് എന്ന ശശിധരൻ കർത്തയുടെ സ്ഥാപനത്തിൽ നിന്ന് പല ഘട്ടങ്ങളിലായി കോടിക്കണക്കിന് രൂപ പാരിതോഷികമായി സ്വീകരിച്ചു. ഒരു തരത്തിലുള്ള സേവനവും ഇതിന് പകരമായി ചെയ്തു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് സേവനത്തിനുള്ള പ്രതിഫലമല്ല, മറിച്ച് മാസപ്പടിയും കൈക്കൂലിയുമാണ് എന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. 1,87 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡ് ആദ്യം കണ്ടെത്തിയത്. ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ ഈ തുക ശശിധരൻ കർത്തയുടെ കമ്പനിയായ CMRL വീണ വിജയന്റെ കമ്പനിയായ എക്സോലോജിക്കൽ സൊല്യൂഷൻസിന് നൽകിയതാണ് എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു. എന്നിട്ടും 6 മാസത്തോളം ഇത് സംബന്ധിച്ച അന്വേഷണം നീണ്ടു. ഒടുവിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ദിവസങ്ങൾക്ക് മുൻപ് ഇത് സംബന്ധിച്ച കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രത്തിൽ വീണ വിജയന്റെ സ്ഥാപനമായ എക്സോലോജിക്കൽ സൊല്യൂഷൻസ്, CMRLന്റെ ഉടമസ്ഥനായ ശശിധരൻ കർത്ത, CMRLന്റെ അക്കൗണ്ട്സ് വിഭാഗം മേധാവി തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കുറ്റക്കാർ. ചട്ടവിരുദ്ധമായി നിയമവിരുദ്ധമായി പണം സ്വീകരിച്ചു. CMRL എന്ന സ്ഥാപനം വൻതോതിലുള്ള സാമ്പത്തിക വെട്ടിപ്പ് നടത്തി, വൻതോതിലുള്ള നികുതി വെട്ടിപ്പ് നടത്തി. ഈ സ്ഥാപനത്തിൽ നിന്ന് വീണ വിജയന്റെ അക്കൗണ്ടിലേക്കും വീണ വിജയന്റെ എക്സോലോജിക്കൽ സൊല്യൂഷൻസിന്റെ അക്കൗണ്ടിലേക്കും കോടിക്കണക്കിന് രൂപ ട്രാൻസാക്ഷൻ നടന്നു എന്നാണ് SFIയുടെ കണ്ടെത്തൽ. ഈ പണം അഴിമതി പണമാണ്. ഈ പണം ഏതെങ്കിലും സേവനം നടത്തിയതിനുള്ള പ്രതിഫലമല്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നു. ഈ പണം അഴിമതി പണമാണ്. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയനെ സ്വാധീനിക്കാൻ വേണ്ടി മകൾ വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട പണമാണിത്. വീണ വിജയന് മാത്രമല്ല, കേരളത്തിലെ നിരവധി രാഷ്ട്രീയ നേതാക്കൾക്ക് ഈ CMRL എന്ന കമ്പനിയും ശശിധരൻ കർത്ത എന്ന CMRLന്റെ ഉടമസ്ഥനും പണവും കൈക്കൂലിയും നൽകിയിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതിൻ്റെ ഈ നൽകിയ കുറ്റപത്രത്തിനൊപ്പം തന്നെ ശശിധരൻ കർത്തയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് പിടിച്ചെടുത്ത ഡയറിയും ഹാജരാക്കിയിട്ടുണ്ട്. ആ ഡയറിയിൽ ചുരുക്കെഴുത്തുകളിൽ നിരവധി രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളുണ്ട് എന്ന ആരോപണമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉന്നയിക്കുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അടക്കമുള്ള നേതാക്കന്മാരുടെ പേരുകളുടെ ചുരുക്കെഴുത്തുകൾ ഈ ഡയറിയിലുണ്ട്. അവർക്ക് കോടിക്കണക്കിന് രൂപയാണ് പല ഘട്ടങ്ങളിലായി കൈക്കൂലിയായും സാമ്പത്തിക സഹായമായും ശശിധരൻ കർത്തയുടെ സ്ഥാപനമായ CMRLും നൽകിയത് എന്നുള്ള കൂടി വ്യക്തമാണ്. അങ്ങനെ CMRL എന്ന കമ്പനിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മാസപ്പടിയായി വാങ്ങിയ കേസിലാണ് വീണ വിജയനെതിരെ ഇപ്പോൾ അറസ്റ്റ് വാറണ്ട് ഉയർന്നിരിക്കുന്നത്. വീണ വിജയൻ അഴിക്കുള്ളിലാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ലാവിൻ കേസ് പോലെ ആവിയായി പോകില്ല മാസപ്പടി കേസ് എന്നുള്ളത് ഉറപ്പാണ്. അന്വേഷണ സംഘം വീണ വിജയന് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു. വീണ വിജയനെതിരെയുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഉടൻ തന്നെ വീണ വിജയനെ ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്യലിനൊടുവിൽ വീണ വിജയന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വീണ വിജയനെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് ഇത് സമ്പൂർണമായ തിരിച്ചടിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി കേസിൽ പ്രതിയാവുക, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ തട്ടിപ്പ് കേസിൽ പ്രതിയാവുക, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ പ്രോസിക്യൂഷന് അനുമതി നൽകുക, മുഖ്യമന്ത്രിയുടെ മകളെ പ്രതി ചേർത്തുകൊണ്ട് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുക. സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉണ്ടായിരിക്കുന്നത്. പിണറായി വിജയൻ രാജിവെക്കണമെന്ന് തലങ്ങും വിലങ്ങുമൊക്കെ പ്രതിപക്ഷം ആരോപിക്കുമ്പോഴും ഇതിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടാനുള്ള നീക്കത്തിലാണ് CPMും പിണറായി വിജയനും. തന്നെ ബലിയാടാക്കാൻ വേണ്ടി തനിക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കം തൻ്റെ മകൾക്കെതിരെ നടത്തിയെന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കുന്നത്. എന്നാൽ കേരളത്തിൻ്റെ പൊതുസമൂഹം
ഈ ഒരു നിലപാട് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് വീണാ വിജയനെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നു. പല ഘട്ടങ്ങളിലും ഈ കേസുകൾ അട്ടിമറിക്കപ്പെട്ടു എന്ന് കേരളത്തിലെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പറഞ്ഞു കേട്ടതാണ്. മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ വേണ്ടി, മകളെ സ്വാധീനിക്കാൻ വേണ്ടി കേരളത്തിലെ BJP നേതാക്കൾ ഇടപെട്ട് ഈ കേസുകളൊക്കെ അട്ടിമറിക്കപ്പെട്ടു. കാരണം നേരത്തെ ഉയർന്ന ഡോളർ കേസ്, അതുപോലെ സ്വർണ്ണക്കടത്ത് കേസ്, അതുപോലെ ലൈഫ് മിഷൻ കേസ്, ഈ കേസുകളിലൊക്കെ തന്നെ ഇപ്പോൾ അറസ്റ്റ് ഉണ്ടാവും എന്നൊരു പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഈ തട്ടിപ്പ് കേസുകളിലൊക്കെ പങ്കുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സ്വപ്ന സുരക്ഷ അടക്കമുള്ള ആളുകൾ കോടതിക്കടക്കം രഹസ്യമൊഴി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കേസുകളിലൊന്നും തന്നെ പൊതുജനം പ്രതീക്ഷിച്ച ഒരു നടപടി ഉണ്ടായില്ല. എവിടെയൊക്കെയോ കേന്ദ്രവും കേരളവും തമ്മിൽ ഒത്തുകളിച്ചു എന്നുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഇതുകൂടി മുന്നിൽ കണ്ട് ഇതുകൂടി നിലവിൽ വലിയ ചർച്ചയായ ഘട്ടത്തിലാണ് പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെയുള്ള കേസിൽ ഒരു തരത്തിലുള്ള ഇടപെടലിന്റെയും ആവശ്യമില്ല എന്ന് കേരളത്തിലെ BJP നേതൃത്വം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചത്. കേരളത്തിൽ ഇനി BJPക്ക് വളരണമെങ്കിൽ CPM തളരണം. CPMനെ തളർത്താനുള്ള പ്രധാനപ്പെട്ട വജ്രായുധമാണ് പിണറായിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള ഈ അറസ്റ്റ് വാറണ്ടെന്നും ഈ കേസെന്നും, അതുകൊണ്ട് തന്നെ വീണാ വിജയനെ ഈ കേസിൽ കുടുക്കിയാൽ അത് കേരളത്തിൽ BJPയുടെ വേരോട്ടത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്നും കേരളത്തിലെ BJP നേതാക്കന്മാർ കണക്ക് കൂട്ടുന്നു. അതിനനുസരിച്ചാണ് അവർ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയതും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അടിയന്തരമായി പ്രോസിക്യൂഷൻ അനുമതി നൽകിയതും.